ആരാ റൈസ്? എന്ത് കുഴപ്പമൊന്നും വിളിക്കാനല്ലേ പറഞ്ഞുള്ളൂ. ഇവന്റെ സംസാരിക്കാൻ പറഞ്ഞില്ലല്ലോ. ഫ്രണ്ടിൽ പോയി അവിടെ കാണാൻ പറ്റും. ആരുണ്ടെന്ന് പറയണേ? ആരുണ്ടെന്ന് പറയണേ? വിളിക്കാൻ തന്നെ പറഞ്ഞേ. നീ വിളിച്ചവരല്ലേ? എനിക്ക് വിളിക്കേണ്ട ആവശ്യമില്ല. നീയല്ലേ ഇവിടുത്തെ സ്റ്റാഫ്? ഞാനാണ് ഇവിടുത്തെ സ്റ്റാഫാണ്. ഞാൻ നിങ്ങളോട് കംപ്ലൈന്റ് പറഞ്ഞല്ലോ. നിങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ മാനേജറിനെ കാണണം. അതാണ് അതിന്റെ അടുത്ത ഓപ്ഷൻ. ഞാൻ നിങ്ങളോട് റൈസ് ആവില്ല, നിങ്ങളാണ് റൈസ് ആവാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നത്. കാരണം നിങ്ങളുടെ വണ്ടിയുടെ കംപ്ലൈന്റ് കൊണ്ട് നിങ്ങൾ അയാളെ കൂടെ കൂട്ടുപിടിച്ചോണ്ട് വന്നു. അതല്ലേ സത്യം. എടാ ഞാൻ റെഫർ ചെയ്തിട്ടാണ് ഇവൻ വണ്ടി എടുത്തത്. അത് നിനക്കറിയാമോ? നീ ഉണ്ടായിരുന്നല്ലോ. വണ്ടി എടുത്തപ്പോ തൊട്ട് നീ ഉണ്ട്. വണ്ടി എടുത്തപ്പോ ഇതേവരെ കംപ്ലൈന്റ് ഇല്ലായിരുന്നു. ആ സമയത്ത് ഒന്നും നിങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ വന്നിട്ടില്ല അവൻ. ഞാനും കൂടെയാണ് നോക്കട്ടെ എന്ന് പറഞ്ഞു. 2 കൊല്ലം വരെ വാറന്റി ഉണ്ട്, റീപ്ലേസ്മെന്റ് വാറന്റി ഉണ്ട്. 3ാമത്തെ പറയും സർവീസ് വാറന്റിക്ക് വിട്ടു. ഞാനിങ്ങനെ പറഞ്ഞു, ചേട്ടാ ഇങ്ങനെയാണ് കംപ്ലൈന്റുകൾ അവർ പറയുന്നത്, ഇത്ര രൂപ ആവുമെന്ന് പറഞ്ഞു. അവരവിടെ ചേട്ടാ അവരെന്തായാലും ബാറ്ററി അഴിച്ചല്ലേ ഏട്ടാ നോക്കുന്നത്. ഒരു തവണ ബാറ്ററി അഴിച്ചല്ലേ നോക്കുന്നത്, അല്ലാതെ പുറമേ വച്ചിട്ട് ഇങ്ങനെ ബാറ്ററി വച്ചിട്ടല്ലോ പറയുന്നത് സെല്ല് ഹീറ്റ് ആവുകയാണ് അതിന്റെ ഇത്രയും കംപ്ലൈന്റ് ആണെന്ന്. അവന്മാർ ഒരു തവണ തുറന്നു നോക്കുന്ന സാധനമല്ലോ, അത് മനസ്സിലാക്കിയിട്ടാ നിങ്ങൾ. ഞാൻ ഇവിടെ കൊണ്ടുവന്നപ്പോ എനിക്ക് ഒരുവിധം 77% വേണ്ടി, അതായത് എന്റെ വീട്ടിൽ 25 കിലോമീറ്റർ അടുപ്പിച്ചുണ്ട്. അവിടെ നിന്ന് ചാർജ് ആയിട്ടാണ് ഞാൻ അവിടെ വന്നത്. കണക്കാക്കി തരും. നിങ്ങൾ വീട്ടിൽ കൊണ്ടിടുമ്പോൾ അവസാനം വല്ല കത്തി പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങളാണ് നമ്മളെ തന്നെ പറയത്തുള്ളൂ. ചാർജ് ചെയ്താണ് ഞാൻ അവിടെ വന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. ഈ ബാറ്ററി വെച്ച വണ്ടി സ്റ്റാർട്ട് വണ്ടി ഓണാണോ പോലും, ഈ ബാറ്ററി വെച്ച വണ്ടി ഓണാണോ പോലും ഇല്ല. ഓണാണല്ലോ. അത്രയും ഫേസ്റ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ് അതിന്റെ അകത്ത്. അങ്ങനെ അല്ലായിരുന്നു എന്നാണ് നമ്മൾ പറയണത്. ഓൾറെഡി കംപ്ലൈന്റ് ആയതുകൊണ്ട് ഇരുന്ന് കംപ്ലൈന്റ് ആണ്. ഓൾറെഡി അവര് നിങ്ങൾക്ക് ചാർജിന് ഇട്ട് നോക്കാൻ എന്താണ് പാട്? ഞാൻ വേണമെങ്കിൽ സംഭവിച്ചാൽ ബാക്കി ഉത്തരവാദിത്തം നിങ്ങൾ ഏറ്റെടുക്കും. ഞാൻ എന്തിനാ ഏറ്റെടുക്കണേ? എടാ ഇത്രയും ദിവസം വീട്ടിൽ വെച്ചിട്ട് ചാർജ് ചെയ്തപ്പോൾ ഒരു കുഴപ്പമില്ലായിരുന്നു. അന്ന് വൈകുന്നേരം ഇവിടെ കൊണ്ടുവന്ന് ചാർജിന് വെച്ചപ്പോഴും ഒരു കുഴപ്പമില്ലായിരുന്നു. അവിടെ അയച്ചിട്ട് തിരിച്ചു വരുമ്പോൾ നിങ്ങൾ ഇനി ബ്ലാസ്റ്റ് ആവുകയാണെങ്കിൽ നമ്മൾ ബെയർ ചെയ്യേണ്ട കാര്യം എന്തുവാണ്? അത് നീ പറ. ഇത്രയും ദിവസം കുഴപ്പം നമ്മൾ ഇവിടെ കൊണ്ട് ഏൽപ്പിക്കുന്നത് വരെ ഒരു കുഴപ്പമില്ലായിരുന്നു, ചാർജ് ആവുമായിരുന്നു. ചാർജിന്റെ കയറിയിട്ട് നിന്നു. എത്ര വരെ അത് മതി. അതല്ലേ കംപ്ലൈന്റ് ആയിരുന്നത്, ഫുൾ കംപ്ലൈന്റ് ആയിരുന്നില്ലല്ലോ. ഓണാക്കാൻ നിങ്ങൾക്ക് എന്തുവാണ് പാടെന്നാണ് ചോദിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വേറെ എന്തെങ്കിലും ചെയ്തതാണ്. എന്ത് കണക്കിനാണ് നമ്മുടെ ഉത്തരവാദിത്വം ആവണമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. കമ്പനി എന്ന് പറഞ്ഞു, അവര് കമ്പനി നമ്മളോട് പറഞ്ഞു ഇങ്ങനെ നിർദ്ദേശം തന്ന സാധനത്തിന് പിന്നെ അവന്മാർക്ക് എഗൈൻസ്റ്റ് ആയിട്ട് ചെയ്യാൻ നേരത്തെ അല്ലെങ്കിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അവന്മാരെ ഏറ്റെടുക്കും. പിന്നെ ഞാൻ എന്റെ തലയിൽ വെക്കണോ? എടാ ആ ഒരു പ്രശ്നം ഇല്ലാതല്ലേ ഇവിടെ നിന്ന് പോയെ. രണ്ടുപേർക്ക് കണക്കാട്ടി ഞാൻ ഒരു കാര്യം പറയാം. നിങ്ങൾ മാനേജറിനോട് പറ, ഇങ്ങനെയാണ്. മാനേജറിനെ വിളിക്കാൻ തന്നെ ഞാനും പറഞ്ഞു. എനിക്ക് നിന്റെ അടുത്ത് സംസാരിക്കാൻ തീരെ താല്പര്യമില്ല. നീ വിളി. ഞാൻ എന്തിനാണ് വിളിക്കുന്നത്? പിന്നെ നീയല്ലേ ഇവിടുത്തെ എംപ്ലോയി, ഞാനാണ് ഇവിടുത്തെ എംപ്ലോയി. ഞാൻ പറയുന്നത് എന്നെ കൊണ്ട് പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ നീ എസ്കലേറ്റ് ചെയ്യ്, നീ വിളി. ഞാൻ എന്തിനാ വിളിക്കുന്നത്? ഇവിടെ നീയല്ലേ ഇവിടെ വർക്ക് ചെയ്യണ കമ്പനി, ഞാനാണ് ഇവിടെ വർക്ക് ചെയ്യണത്. അതെനിക്കറിഞ്ഞൂടാ. വിൽക്കുന്ന സമയത്ത് നീ ഇവിടെ ഉണ്ടായിരുന്നോ? ആ സമയത്ത് നീ എക്സിക്യൂട്ടീവ് ആയിരുന്നോ? ഞാനാണ് 1,500 കസ്റ്റമേഴ്സിന് വണ്ടി കൊടുത്തത്. അവിടെ നിൽക്കുന്ന അവർ ഒരു 10-100 പേര് കൊടുത്തത് എന്ന് പറഞ്ഞുകൊണ്ട് വണ്ടി മൊത്തം അവരുടെ തലയിലല്ലോട്ടാ ഇരിക്കുന്നത്. അല്ലാണ്ട് പൈസ മൊത്തം മേടിച്ച് അവന്മാരല്ലല്ലോ ഇടുന്നത്. ഞാൻ നാളെ ഇവിടെ നിന്ന് പോയി ആണ്ട് അപ്പുറത്ത് വേറെ ഒരു എന്നെ വഴിയിൽ വെച്ച് കാണുവാണ്. നിങ്ങൾക്ക് ഈ വണ്ടിയോട് ഇപ്പൊ നീ ഈ കമ്പനിയിലല്ലേ നിൽക്കണേ? ഇപ്പൊ നീ ഈ കമ്പനി തന്നെയാണോ നിൽക്കണേ? പറയുന്നത് നിനക്ക് എന്തെങ്കിലും ചോദിക്കാൻ പറ്റും? ഇപ്പൊ നീ ഈ കമ്പനിയിലാണോ നിൽക്കണേ? നിനക്ക് ശമ്പളം തരുന്ന ആരാണ്? ഈ കമ്പനി തന്നെയാണോ? ഈ കമ്പനി തന്നെയാണോ ശമ്പളം തരുന്നത്? ഞാൻ കാര്യം നിങ്ങളോട് പറഞ്ഞല്ലോ. പറ്റൂലെങ്കിൽ വിളിക്കാനാണ് പറഞ്ഞത്. ഞാൻ ഇവിടെ നിന്ന് ഇതുവരെ മാനേജറിനെ കണ്ടിട്ടില്ല. വരുമ്പോൾ അത്രയും അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് വൈകുന്നേരം വരെ നിന്നിട്ടൊക്കെയാണ് മാനേജറിനെ കണ്ടിട്ട് പോകണം. എനിക്ക് അതിന്റെ കാര്യമില്ല, അതുകൊണ്ടാണ് പറഞ്ഞത്. നിങ്ങൾ വിളിക്കാൻ പറയുമ്പോഴത്തേന് ഇപ്പൊ പുള്ളിക്കാരി ഇവിടെ ഇല്ലാന്ന് വെച്ചോ, ഞാൻ എന്ത് ചെയ്യണം? അല്ലെങ്കിൽ നിങ്ങൾ വിളിച്ച് ചോദിച്ചിട്ടാണോ വന്നത്? മാനേജർ ഉണ്ടോ എന്ന് വിളിച്ച് ചോദിച്ചിട്ടാണോ? ഞാൻ എന്തിനാണ് ചോദിക്കുന്നത്? കഴിഞ്ഞ പ്രാവശ്യം എന്റെ വണ്ടി തന്നപോലെ എനിക്ക് തിരിച്ചു തന്നാൽ മതി. എനിക്ക് എന്തൊരു ഉടായ്പാണ്? ന്യായമായിട്ടുള്ള കാര്യമല്ലേ ചോദിച്ചേ? എന്റെ വണ്ടി നീ കൊണ്ടുപോയി ഇത് കണ്ടായിരുന്ന നീ? ഞാൻ എന്റെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്, അത് കൺസ്യൂമർ കോർട്ടിൽ കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ അവിടെ നോക്കിക്കോളാം. ഇത് അതേപോലെ പോകാൻ പറ്റൂല, അതുകൊണ്ടാണ് പറഞ്ഞത്. ഞാൻ കഷ്ടപ്പെട്ട് എന്റെ വണ്ടി എടുത്തോണ്ട് പോയി. ഈ വണ്ടിക്ക് ആ ഗതി വരരുത്, അതുകൊണ്ടാണ് പറയണേ. അതെനിക്ക് അറിഞ്ഞൂടാ. ഇപ്പൊ എല്ലാ കംപ്ലൈന്റും ഇങ്ങനെ വരുമ്പോഴത്തേക്കും എനിക്ക് അത് പറയാൻ എനിക്ക് അറിഞ്ഞൂടാ.
അവിടെ തന്നെ